കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായേ. കണ്ണുനീരവൻ തുടയ്ക്കുമേതൻ കോമളകരങ്ങളാൽ. ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായേ. കാട്ടുപ്രാക്കൾ സംഘമൊന്നൊന്നായി കല്യാണശാലയിൽ പോകും. കാട്ടുപ്രാക്കൾ സംഘമൊന്നൊന്നായി കല്യാണശാലയിൽ പോകും. പ്രേമമാല ചാർത്തിടുമെന്നെ പ്രിയൻ വൻപിച്ച മാന്യ സദസ്സിൽ. പ്രേമമാല ചാർത്തിടുമെന്നെ പ്രിയൻ വൻപിച്ച മാന്യ സദസ്സിൽ. ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. ഹല്ലേലൂയാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അല്പസമയം ഉറങ്ങി ഉണർന്ന എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ നല്ല ദിവസത്തിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഒക്കെ എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകിത്തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ജീവിതങ്ങളുണ്ട് കർത്താവേ. അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനകൾ മറുപടി തരുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ സകല പ്രാർത്ഥനകളെയും എൻ്റെ അപ്പൻ്റെ പാദപിടിച്ചിലോട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഓരോ മക്കളുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കണമേ. സങ്കടങ്ങളും ഭാരങ്ങളും രോഗങ്ങളും വേദനകളും ഏറ്റെടുക്കണമേ കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് സകലത്തിനും പരിഹാരകനാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ സകല ചിന്താകുലങ്ങളും ഞങ്ങളുടെ അങ്ങേരെ മേലിട്ട് തരിക. ഞങ്ങളുടെ ഭാരം ചുമക്കാവുന്ന വാക്ക് പറഞ്ഞ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുക. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്നൊരു നല്ല ദൈവം ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നൊരു തങ്കക്കരം ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിശ്ചയമായും അങ്ങ് ഞങ്ങളെ മാനിക്കും, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതും. ആമേൻ. ഞങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ശുദ്ധിമാന്മാരുടെ കൂട്ടത്തിലായി തീരുവാൻ അടിയങ്ങളെയും സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുന്നു കർത്താവ്. ആമേൻ. കർത്താവ്, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കട്ടെ. ആമേൻ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കട്ടെ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിപ്പാൻ ഇടയാക്കണമേ. എല്ലാ വിടുതലും ആശ്വാസവും സൗഖ്യം തരണമേ. ആപത്തനത്തിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കണമേ കർത്താവ്. സകല രോഗദുഃഖാദികളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് സഹായിക്കണമേ. സകല പകർച്ചബാധകളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു കൊള്ളുമാറാകണമേ. സമാധാനവും ദൈവകൃപയും അനുഭവിക്കുന്ന പലകാലമായി തീരട്ട് കർത്താവ്. ഇന്ന് പകൽക്കാലം എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആ പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവ്. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കും. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാർപ്പിടത്തിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അതാത് ദിവസം തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തുന്ന ഒരു നല്ല അപ്പച്ചൻ ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം. വീണ്ടും ഞങ്ങൾ അങ്ങയുടെ പാദപിടത്തിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബനാഥനെ കാത്തോണേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തോണേ, അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ, ജയത്തോടെ അവരെ നടത്തണമേ, ശത്രു കാണാതെ മറയ്ക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവഭയത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, ഹാർഡിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, പമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കാത്തിരിക്കുന്ന മക്കൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത മക്കൾ. ആമേൻ. ഹല്ലേലൂയ. കർത്താവെ, പ്രത്യേകിച്ച് ആമേൻ കർത്താവെ സ്തോത്രം. MBA പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന പൈതങ്ങൾ, പ്രത്യേകിച്ച് ഹന്നാമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ കുഞ്ഞിൻ്റെ പരീക്ഷയിൽ കൂടെ ഇരിക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി വലിയ മാർക്കോടെ പാസ്സാകണം. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി കർത്താവ് ചെയ്യണം. ആമേന വലിയ സാക്ഷ്യം കേൾപ്പാൻ ഇടയാക്കണമേ കർത്താവേ.
ആമേൻ. നിൻ്റെ പൊന്നുകരം ചാർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന് ഭംഗം വരുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ എൻ്റെ യേശുവിൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു നാളിൽ ലജ്ജിച്ചു പോകാൻ അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്നവരെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. യാത്ര പോകുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിവാഹം ആഗ്രഹിക്കുന്ന മക്കൾക്ക് തക്ക തുണയൊരുക്കി വിവാഹം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കൾക്ക് തലചായ്പാൻ ഭവനമൊരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ കർത്താവേ. ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴിപാതിൽ തുറന്നു കൊടുക്കണമേ കർത്താവേ. ജോലി ചെയ്യുന്ന മക്കളെ സമാധാനത്തിലും ദൈവകൃപയിലും സൂക്ഷിച്ചോണമേ. ഏറി പ്രതിഫലം കൊടുത്ത് മാനിച്ചു കൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്ന പിതാവേ, സ്തോത്രം സ്തോത്രപ്പ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും അയ്യം വിളിക്കുന്ന ജീവിതങ്ങൾ, ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ഓപ്പറേഷൻ തിയേറ്ററിലും ഡെലിവറി റൂമിലും ആയിരിക്കുന്നവരെ സ്വർഗമുള്ളതുപോലെ കാണുന്നതോർത്ത് സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സൗഖ്യവും വിടുതലും അയച്ചിരിക്കുകയാൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് ലിവറിന് കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, കർത്താവ് ഫിക്സ് രോഗമുള്ളവർ, കർത്താവെ ആസ്മയും അലർജിയും തൈറോയിഡുമുള്ളവർ, അപ്പോൾ ദേഹമാസകലം ചുട്ടുപൊള്ളുന്ന വേദനകളും ആമേൻ ഹാലലിയ പുകച്ചിലുമായിട്ട് ഭാരപ്പെടുന്നവർ, അലർജിയുടെ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, കർത്താവെ ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, മാനസികമായ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവർ, കർത്താവെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, തമ്പുരാനെ പല്ലിൻ്റെ വേദനയാൽ ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവർ, കർത്താവേ ആമേൻ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അങ്ങയുടെ പാതപിടം ചേർന്ന് കടന്ന എല്ലാ മക്കൾക്കും വിടുതലും സൗഖ്യമുണ്ട് കർത്താവേ. ഞങ്ങളത് തിരിച്ചറിഞ്ഞതാ, ഞങ്ങളത് രുചിച്ചറിഞ്ഞതാ. ഇന്നും സഹായിപ്പാൻ കഴിയാതെ വണ്ണം അക്കാരം കുറുതല്ലല്ലോ, കേൾപ്പാൻ കഴിയാതെ വണ്ണം ആ കാത് മന്ദമായി പോയിട്ടില്ലല്ലോ. അങ്ങ് അത്ഭുതവാനും വീരനാം ദൈവവും നിത്യപിതാവും സമാധാനത്തിൻ്റെ ദൈവമാകിയാൽ ഓരോ മക്കളോടും കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാണ്ട് ദുഃഖത്തിലായിരിക്കുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമേ. അവരുടെ സങ്കടങ്ങളെല്ലാം എടുത്ത് മാറ്റണമേ. പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ കൊടുത്താട്ട് കർത്താവേ. അപ്പോൾ ഈ സമയം ഞങ്ങളുടെ ഭരണകർത്താക്കളെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സമാധാനമായി ഏൽപ്പിച്ച ജോലികൾ വിശ്വസ്തയോടെ ചെയ്തിരിപ്പാൻ തൻ്റെ മക്കളെ സഹായിച്ചാട്ട്. സുശേഷ വേലകളെ വേലക്കാരെ അനുഗ്രഹിച്ചാട്ട്. എല്ലാ നന്മയും അനുഗ്രഹം കൊടുത്ത് സുഷ്കാന്തിയുടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ മക്കളെയെല്ലാം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദുഷ്ടപിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കരുതേ കർത്താവേ. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ സ്തോത്രം സ്തോത്രപ്പ. സ്തോത്രം സ്തോത്രം കർത്താവേ. യുദ്ധഭൂമിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യുദ്ധത്തിന് അറുതി വരുത്തുവാൻ കഴിവുള്ള തമ്പുരാൻ അവിടുന്ന് മാനവജനതയോട് കരുണ തോന്നണമേ കർത്താവേ. ഹല്ലേലൂയ. കഷ്ടവും സങ്കടം അനുഭവിക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവേ. സ്തോത്രം. ദൈവമായ കർത്താവേ, മഴയുടെ കെടുതിയാൽ ഹല്ലേലൂയ അനവധി കഷ്ടനഷ്ടങ്ങൾ സഹിച്ച പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. വഴുതലക്കൽ കിടക്കുന്നവരുണ്ട് കർത്താവേ. ആമേൻ. എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ ഒരു കാര്യം അസാധ്യമല്ല. അങ്ങ് മനസ്സലിവും കരുണയും ദയയുമുള്ള ദൈവമാകിയാൽ തൻ്റെ മക്കളോടൊക്കെ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലം എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ സഹായിക്കണമേ. ആ പൊന്നുകാരൻ ഞങ്ങളെ ചേർത്ത് പിടിച്ചോണം. ആ വഴികളിൽ ഞങ്ങളെ നടത്തേണം. നന്മകളാൽ നിറയ്ക്കണം, മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം.